ചിത്രരചന പഠിച്ചിട്ടില്ലാത്തൊരു പെൺകുട്ടി. പക്ഷേ അവൾക്ക് ചായക്കൂട്ടുകളോട് അടങ്ങാത്ത പ്രണയമായിരുന്നു. സാഹചര്യം കൊണ്ടാവാം വർഷങ്ങളോളം ആ പ്രണയം അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നു. അങ്ങനെ ഒരു നാൾ 2023 അവളിലെ ആ പ്രണയം വീണ്ടും പൂവിട്ടു. അവളിലെ കലാകാരി എന്ന സ്വത്വം തിരിച്ചറിഞ്ഞു. അങ്ങനെ പതിയെ ചായക്കൂട്ടുകളുടെ ലോകത്തേക്ക് പറന്നു കയറി, ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ. ഇതൊരു കഥയല്ല, ഒരു റിയൽ സ്റ്റോറിയാണ്, അൻസീറയുടെ സ്റ്റോറി. ചപ്പാരപ്പടവ് സ്വദേശിനിയായ 22-കാരി അൻസീറ പ്രകൃതിയെ അതേ രീതിയിൽ ക്യാൻവാസിലേക്ക് പകർത്തിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, അനവധി ചിത്രങ്ങൾ ഇനിയുമുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ അവളിലൂടെ തന്നെ അറിയാം. ഇതാണ് അൻസീറക്കുട്ടി. അപ്പോൾ എങ്ങനെയാണ് ഈ ചിത്രരചന പഠിച്ചെടുത്തത്? എങ്ങനെയാണ് ചിത്രരചന? എനിക്ക് ചെറിയ പ്രായത്തിൽ അതിനോടൊരു പാഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഈ പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഈ സ്കൂളിൽ നിന്നെല്ലാം ഇങ്ങനെ ഓരോ പ്രോഗ്രാമിലുണ്ടാവില്ലേ, അപ്പോൾ ഞാനിങ്ങനെ അവരെങ്ങനെ അഡ്മയർ ചെയ്യുമായിരുന്നു. ഇത്രയും നല്ലൊരു കഴിവല്ലേ ഇത് എന്നെല്ലാം വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ആ ടൈം അങ്ങനെ ഒരു കഴിവില്ലായിരുന്നു. അപ്പോൾ ഞാനെന്താക്കി, ഗ്രാജ്വലി കുറച്ച് കാലത്തിന് ശേഷം, അതായത് ഡിഗ്രി ഒരു 3rd year ഒക്കെ പഠിക്കാൻ പോകുന്ന ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ കണ്ടിട്ട് അതേപോലെ ഞാനിങ്ങനെ ചിത്രം അവരതിങ്ങനെ ടീച്ച് ചെയ്യുന്ന മെത്തേഡിൽ ഞാനിങ്ങനെ പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ അത് ട്രൈ ചെയ്യുന്നോറും എനിക്കത് എല്ലാ ഡേയും അങ്ങനെ പെയിൻറ്റിങ് ഓരോന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹം വരാൻ തുടങ്ങി. അങ്ങനെ ഞാനെന്താക്കി, കുറച്ച് കാലത്തിന് ശേഷം ഞാനൊരു അക്കൗണ്ട് എടുത്ത് ഇൻസ്റ്റയിൽ. അപ്പോൾ ഇൻസ്റ്റയിൽ അക്കൗണ്ട് എടുത്ത് ഞാനിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയേരം എനിക്കിങ്ങനെ നല്ല റീച്ച് കിട്ടുന്നുണ്ട് എന്ന് കണ്ടേരം എനിക്ക് പിന്നെയും കൂടി കുറച്ചൊരു ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന പോലെ ഫീൽ ചെയ്ത്. പൊതുവേ ഞാൻ വേഗം പകർത്തി ഇങ്ങനെ വരക്കുന്നതല്ലാണ്ട് ഞാനൊന്നും അതിനെപ്പറ്റി ചിന്തിക്കലില്ല. അപ്പോൾ എനിക്ക് അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ലക്ഷണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റ്, എൻ്റെ ഒരു കഴിവ് അതിലേക്ക് വരണമെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തന്നെ നേച്ചർ, സൺറൈസ്, സൺസെറ്റ്, പിന്നെ ക്ലൗഡ്സ്, അപ്പോൾ ഈ നേച്ചറിൽ തന്നെ നമ്മൾ അഡ്മയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് നമ്മളതായ ഒരു ഒറിജിനൽ പെയിൻറ്റിങ് ചെയ്യണമെന്ന് ആഗ്രഹം വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പിന്നീട് എൻ്റെ സ്വന്തം ക്യാൻവാസിൽ പിന്നെ എനിക്ക് കാണുമ്പോൾ എൻ്റെതായ രീതിയിൽ തന്നെ വരക്കണമെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറേ കാലം ഇങ്ങനെ റെഫറൻസ് ഒക്കെ എടുത്ത് ഇങ്ങനെ വരക്കാൻ. യൂട്യൂബിലൊക്കെ ക്ലാസ് കണ്ടിരുന്നോ? യൂട്യൂബിൽ ക്ലാസ് കണ്ടിട്ടായിരുന്നു ആദ്യം പഠിച്ചത്. അപ്പോൾ അത് കേവലം വേറൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കോപ്പി റൈറ്റ് പോലെ ഒരാളെ ഇത് എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ അത് ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും നമുക്കൊരു ഈഗോ ഇഷ്യൂ ഉണ്ടാവും, അത് വേറൊരു ആർട്ടിസ്റ്റിന് ഇത് എടുക്കുമ്പോൾ. അപ്പോൾ എൻ്റെതായ രീതിയിൽ എൻ്റെ സ്വന്തം ആർട്ട് വേറൊരാൾ വരക്കുന്ന രീതിയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ എൻ്റെതായ രീതിയിൽ തന്നെ വരക്കാൻ തുടങ്ങുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾ എന്തൊക്കെയാണ് കാണുന്നവരും വാങ്ങിക്കുന്നവരും, അത് മാത്രമല്ല ഇപ്പം സെയിലും കൂടി ഉണ്ടല്ലേ ചിത്രങ്ങളുടെ? സെയിലുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർഡർ കിട്ടുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അപ്പോൾ ആദ്യം തന്നെ കേരളത്തിൽ നിന്നല്ല ഓർഡർ കിട്ടുന്നത്, കേരളത്തിൻ്റെ പുറത്തുനിന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ടെൻഷനിലായിരുന്നു, ഇത് എങ്ങനെ കൊടുക്കും, എങ്ങനെ ഇതാക്കും. ചെറിയ കുട്ടിക്ക് ആദ്യം ഇങ്ങനെ ഒരു പേക്കിങ്ങും ഡെലിവറിയും അതൊന്നും ആദ്യം ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. പക്ഷേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിട്ടും ഞാൻ വേഗം ഓക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യം തന്ന ഓർഡറിൽ തന്നെ എനിക്ക് 10 പെയിൻറ്റിങ്ങോളം വരക്കാനുണ്ടായിന്. അപ്പോൾ അത് ഞാനിങ്ങനെ വരച്ച്, അപ്പോൾ അത് കിട്ടുന്നവരെ ഞാൻ ഒരു കസ്റ്റമർ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണല്ലോ നമുക്കത് അവർക്കത് ഹാപ്പിനെസ് ഉണ്ടാക്കുമെന്ന് തിരിയൽ. അപ്പോൾ ആദ്യമായി കസ്റ്റമറിന് കിട്ടിയ ടൈം ഭയങ്കര ലോങ് ആയിട്ടുള്ള ചാറ്റിൽ ഫുൾ എന്നിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. അത് മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ വളരെയധികം ആരാധകരുള്ള ഒരു കക്ഷി കൂടിയാണ്. എത്ര ഫോളോവേഴ്സ് ആണുള്ളത്? 12.1K ഫോളോവേഴ്സാണ് ഉള്ളത്. അതും ഞാൻ അത്രയും ആയിട്ടില്ല തുടങ്ങിയിട്ട്, ഒരു 6 months അടുത്തേ ആയിട്ടുള്ളൂ. ആൾക്കാരെ നമ്മൾ പെയിൻറ്റിങ്സ് എത്രത്തോളം ഇഷ്ടപ്പെടുന്നതിനുള്ളൊരു മെയിൻ എക്സാമ്പിളാണ് ഈ വലുതിലേക്ക് വരുമ്പോൾ. ചെറുതെന്ന് പറഞ്ഞാൽ കേവലം ജസ്റ്റ് അവർ ഒരു ടേബിളിൻ്റെ മേലിൽ ഇങ്ങനെ വെക്കാനായിരിക്കും. വലുതെന്ന് പറഞ്ഞാൽ അവരുടെ ഹൗസിലേക്ക് ഫ്രെയിം ചെയ്യാനാണ് ഇപ്പോൾ വലുത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വലുത് വരുന്നവരുടെ ഉള്ളിലൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അക്രിലിക് പെയിന്റിങ്ങിൽ വിസ്മയം തീർക്കുന്ന അൻസീറ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. ഷാജി കേരക്കൊപ്പം ലിജിത ജനാർദ്ദനൻ, സീൽ ന്യൂസ്.